ഡിസംബറിലെ അവസാന ഞായറാഴ്ചയുടെ തണുത്ത വെളുപ്പാങ്കാലത്ത് കോഴിക്കോട് വന്നിറങ്ങിയിരിക്കുകയാണ് ഞാൻ. കോഴിക്കോട് നിന്നും കൽപ്പറ്റയ്ക്ക് പോകുന്ന ഒരു ടൗൺ ടു ടൗൺ ബസ്സിലാണ് ഞാൻ കൽപ്പറ്റയ്ക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് ടൗണിൻ്റെ പ്രൗഢഗംഭീരമായ കാഴ്ചകളാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഞാൻ കാണുന്നത്. ടൗണിൻ്റെ ആ ഒരു പ്രൗഢി വളരെ നല്ല രീതിയിൽ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട് ടൗൺ എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കേരളത്തിലും ഇതുപോലെ ഉള്ള പുതിയ കാലത്തിൻ്റെ കാഴ്ചകൾ കാണുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് എന്ന് പറയുന്നത് നല്ല ജനസാന്ദ്രതയുള്ള ഒരു പട്ടണം കൂടിയാണ്. കോഴിക്കോടിൻ്റെ ഗതകാല പ്രൗഢി ശരിക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടൊരു യൂറോപ്യൻ കടന്നു വന്നത് കോഴിക്കോട് വഴിയാണ്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് 1498 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയത്. ആ സമയം കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്നത് സാമൂതിരി എന്ന് പറഞ്ഞ രാജാവായിരുന്നു. അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെയാണ് വാസ്കോ ഡ ഗാമയെ സ്വീകരിക്കുകയും കച്ചവടത്തിനുള്ള ഉപാധികൾ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തത്. കോഴിക്കോട് കഴിഞ്ഞാൽ നമ്മൾ താമരശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ഏറ്റവും ആദ്യമായിട്ട് ഉള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ കുന്നമംഗലത്താണ്. ഈ കുന്നമംഗലം എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നും ഏകദേശം 15ഓളം കിലോമീറ്റർ അകലെയാണ് ആയിട്ടാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനല്ല, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM കോഴിക്കോട്ടെ ആ ഒരു സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് കുന്നമംഗലത്താണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ഈ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കുന്നമംഗലം ടൗണിൻ്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു ഗവേഷണ കേന്ദ്രവും ഈ കുന്നമംഗലത്തുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും അറിവില്ലാത്ത കാര്യങ്ങളാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒരു ഇതുവരെ നമ്മളതിനെക്കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വയനാട് സൈഡിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്ന് വേണമെങ്കിൽ നമുക്ക് കുന്നമംഗലത്തെ വിശേഷിപ്പിക്കാം. അതേപോലെ വയനാട്ടിലേക്കും നാടുകാണി ചുരത്തിലേക്കും ഉള്ള ഒരു വഴി പിരിയുന്ന ഒരു സ്ഥലം കൂടിയാണ് കുന്നമംഗലം. കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് കുന്നമംഗലം. അതേപോലെ തന്നെ ഈ കുന്നമംഗലം എന്ന പേരിനെ ശരിക്കും അന്വർത്ഥം ആക്കുന്ന വിധം 40-40ഓളം കുന്നുകൾ ശരിക്കും ഈ ഒരു പഞ്ചായത്തിലുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മുനിസിപ്പാലിറ്റിയാണ്, സോറി, ഇത് പഞ്ചായത്ത് തന്നെയാണ്. പക്ഷെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. കുന്നമംഗലം കഴിഞ്ഞ് നമ്മൾ കൊടുവള്ളിയിലേക്ക് ആണ് എത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പഞ്ചായത്ത് വകയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വകയോ ഒക്കെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കുന്നമംഗലം കഴിഞ്ഞ് നമ്മളിപ്പോൾ കൊടുവള്ളിയിലെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ബസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുവള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ടൗൺ എന്ന് പറയുന്നത് താമരശ്ശേരിയാണ്. താമരശ്ശേരി കഴിഞ്ഞാൽ അടിവാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കൗതുകത്തോടു കൂടി ആണ് ഇരിക്കുന്നത്. കാരണം പകൽ സമയത്ത് ഞാൻ ചുരം കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പല പ്രാവശ്യവും ഞാൻ 1, 2, 3 പ്രാവശ്യം ഈ ചുരം ഇറങ്ങി വന്നിട്ടുണ്ട്. ആകെ 6, 7 പ്രാവശ്യം മാത്രമേ ഞാൻ ഈ ഒരു പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് വയനാട് താമരശ്ശേരിയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക കൗതുകമാണ് എനിക്ക് എന്നും. അതിന് തൊട്ട് മുമ്പ് അടിവാരം എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണുണ്ട്. താമരശ്ശേരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതേപോലെ തന്നെ താമരശ്ശേരിയിലുമുണ്ട് ഒരു KSRTCയുടെ സബ് ഡിപ്പോ ഉണ്ട്. അപ്പോൾ ഏകദേശം അടിവാരവും കഴിഞ്ഞ് നമ്മൾ അടിവാരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിവാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ ഇപ്പോഴേ ആ ഒരു ചുരത്തിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് എൻ്റെ യാത്ര. കാരണം നമ്മൾ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കോഴിക്കോട്ടുകാരൻ തന്നെയായ പപ്പുച്ചേട്ടൻ്റെ ഡയലോഗാണ് ശരിക്കും ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള തുടങ്ങുന്ന ആ ഡയലോഗ് ഒരിക്കലും നമ്മൾ മറക്കില്ല. ഏതായാലും അടിവാരവും എല്ലാം കഴിഞ്ഞ് നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചുരം സ്ഥിതി ചെയ്യുന്ന ഈ റോഡ് നാഷണൽ ഹൈവേ 766 അത് വണ്ടികൾ നിരനിരകളായിട്ട് വരുന്ന കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ രീതിയിലുള്ളൊരു ബ്ലോക്ക്. അതായത് ഒരു വലിയ വണ്ടി ഒരു ലോറി നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു 10-40 കാറുകളാണ് തൊട്ട് പുറകെ ഒരേ ലൈനിൽ പോകുന്നത്. ഏതായാലും ചുരം കയറി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ബസ്. അപ്പോൾ ചുരത്തിൻ്റെ കുറിച്ചുള്ള ആ ഒരു ചിന്തയിലാണ് ഞാനിപ്പോഴും. ചുരത്തിൻ്റെ മനോഹര കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ചുരം ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് കുതിര സവാരിക്ക് വേണ്ടിയാണ്. കോഴിക്കോടിൽ നിന്നും കുതിര സവാരി ചെയ്ത് വയനാട്ടിനെത്താൻ പാകത്തിനാണ് ഈ ഒരു പാത ആദ്യമായിട്ട് തുറന്നത്. അത് കഴിഞ്ഞത് വാഹന ഗതാഗതത്തിന് വേണ്ടി വികസിപ്പിക്കുകയായിരുന്നു. പണ്ട് കാലത്തൊക്കെ ഇതിലൂടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഈ പുതിയ കാലത്തൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വീതിയൊക്കെ ആക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കടന്നു പോകാം, സുഗമമായിട്ട് തന്നെ കടന്നു പോകാം എന്നുള്ള ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ആ ചുരത്തിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങകലെ കാണുന്ന ആ കുന്നുകളുടെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതേപോലെ തന്നെ ഈ ചുരത്തിൻ്റെ കാര്യം വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തുള്ള അടിവാരത്ത് നിന്നുമാണ് ഈ ചുരം ശരിക്കും തുടങ്ങുന്നത്. 12 കിലോമീറ്ററോളമാണ് ഈ ചുരത്തിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. ഈ ഒരു വഴിയിൽ ശരിക്കും നല്ല രീതിയിലുള്ള 9 ഹെയർപിൻ വളവുകളാണ് ഉള്ളത്. അതിപ്പോൾ പുതിയ കാലത്തായപ്പോഴത്തേക്കും കുറേ കൂടി വീതി കൂട്ടി സുഗമമായിട്ട് തന്നെ പോകാൻ ഉള്ള രീതിയിലാക്കി വച്ചിട്ടുണ്ട്. ആ ചുരത്തിൻ്റെ മനോഹര കാഴ്ചകൾ, മലനിരകളുടെ കാഴ്ചകളൊക്കെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് മുമ്പിൽ അതാ ഒരിക്കൽ കൂടി തുറന്ന് കാട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ചെറിയ തണുപ്പുള്ള ഈ ചുരം കയറുമ്പോഴും ഈ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്ന എനിക്ക് നല്ല രീതിയിലുള്ള തണുപ്പും അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഏതായാലും ഇന്ന് വലിയ ബ്ലോക്കുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ മുകളിലേക്ക് ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്നാന്ന് പറയാൻ പാടില്ല. ഒരു 1-2 സ്ഥലത്ത് വളരെ വീതി കുറഞ്ഞ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ചെറിയ രീതിയിൽ വണ്ടികളൊക്കെ ബ്ലോക്കായി തുടങ്ങിയിരിക്കുന്നു 2 സൈഡിലേക്കും. അപ്പോൾ ഏകദേശം ഈ 12 കിലോമീറ്ററിൽ 7 കിലോമീറ്ററോളം നമ്മൾ മുകളിലേക്ക് കയറി വന്നിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചുരത്തിൻ്റെ സൈഡുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ. നല്ല വ്യൂ പോയിൻറ്റുകളുടെ കാഴ്ചകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരം വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വീതിയുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ വാനരന്മാരെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് മിക്കവാറും താമരശ്ശേരി ചുരത്തിൽ വളരെ അധികമായിട്ട് തന്നെ കാണാറുണ്ട്. അതുപോലെ 9ാമത്തെ ഹെയർപിൻ വളവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യകാലത്ത് നെട്ടോറിയസ് ആയിരുന്നു ആ ഒരു വളവെന്ന് വെച്ചാൽ. കാരണം അവിടുന്ന് നേരെ ചെങ്കുത്തായിട്ടാണ് ആ വളവ് നമുക്ക് കൃത്യമായിട്ട് തിരിയാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് പോരും. അവിടെ അങ്ങനെ ഒരുപാട് അപകടങ്ങൾ 9ാം വളവിലും ഉണ്ടായതായിട്ട് നമുക്ക്
പണ്ട് കാലത്ത് നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. ഏതായാലും ഇതെനിക്ക് തോന്നുന്നു 4-മത്തെയോ 5-മത്തെയോ മറ്റോ ഹെയർ പിന്നാണ്. ഒരു ഹെയർ പിന്നിലേക്ക് ആണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ആ ഹെയർ പിൻ തിരിഞ്ഞു വരുമ്പോഴും നമ്മുടെ മുമ്പിൽ കുറേ ബസ്സുകൾ, രണ്ട് സൈഡ് ബസ്സുകളും കുറേ വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും ക്യൂ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യത്തെ ആ ഒരു ഈസി ആയിട്ടുള്ള പോകലൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വാഹനങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. ഏതായാലും മുമ്പിൽ 2-3 ടൂറിസ്റ്റ് ബസ്സുകൾ പോകുന്നുണ്ട്. ഈ അതേപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 9-മത്തെ വളവിലുള്ള വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ആകാശ ദൃശ്യമാണ് നോക്കിയിട്ടുള്ളത്. അത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഏറ്റവും വിസ്മയമായിട്ടുള്ള കാര്യം അസ്തമയം കാണാൻ പറ്റും. അതേപോലെ ഇവിടുന്ന് 55 കിലോമീറ്റർ അകലെയുള്ള ആ ഒരു കടലിൻ്റെ കാഴ്ചകളും കൂടി അപൂർവമായിട്ട് നമുക്ക് കിട്ടും. അതായത് വലിയ മഞ്ഞും അതേപോലെ മേഘങ്ങളുടെ ഒരു സാന്നിധ്യമൊന്നും ഇല്ലെങ്കിൽ 55 കിലോമീറ്റർ അകലെയുള്ള ആ കടൽപ്പരപ്പിൻ്റെ കാഴ്ചകൾ കിട്ടും. എത്ര രസകരമായിട്ടുള്ള ഒരു ഉള്ളതാണിത്. ഇവിടുന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു മനോഹര കാഴ്ചകൾ, ചുരത്തിൽ നിന്നും താഴത്തേക്കുള്ള വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ. കാര്യം ബസ്സിൻ്റെ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും കുറച്ച് നേരമായിട്ട് ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്കിലേക്ക് ഞാൻ കാര്യമായിട്ടുള്ള ചിത്രങ്ങളൊന്നും എടുക്കുകയുണ്ടായില്ല. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഉള്ളത്. അതേപോലെ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും കോഴിക്കോട് നിന്നുള്ള അന്തർ സംസ്ഥാന പാതയാണ് ശരിക്കും ഈ ഒരു ചുരം. അതേപോലെ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയാണ്. ഈ കൊല്ലകൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദേശീയപാതയാണ് 766 ഇന്നത്തെ ഒരു കണക്കിൽ. കാരണം ഈ ദേശീയപാതയുടെ നമ്പറും പേരും ഒക്കെ ഒരുപാട് കഴിഞ്ഞ 8-10 കൊല്ലങ്ങളായിട്ട് പല പ്രാവശ്യവും മാറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ദേശീയപാത ആ ഒരു പേരല്ല ഇപ്പോൾ നമ്മൾ NH-17 എന്ന് പറയുന്ന ആ ഒരു പാത ഇപ്പോൾ നാഷണൽ ഹൈവേ 66 അത് എടപ്പള്ളിയിൽ നിന്നും തുടങ്ങുന്നു എന്നുള്ളത് ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്നുമാണ് ആ ഒരു പാത തുടങ്ങുന്നത്. നാഷണൽ ഹൈവേ 47 ഇപ്പോൾ അത് 544 എന്ന പേരിൽ എടപ്പള്ളി സേലം ഹൈവേ ആയിട്ടും NH-17 എടപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയിരുന്നത് കന്യാകുമാരി ടു പനവേൽ നാഷണൽ ഹൈവേ ആയിട്ടുമൊക്കെ മാറ്റം വന്നിരിക്കുന്നു. അതുപോലെ ഈ ഒരു പാത വഴിയാണ് ശരിക്കും മുത്തങ്ങ, ബന്ദിപ്പൂർ വനമേഖലയിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർണാടക ഭാഗത്ത് മുത്തങ്ങ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 9 മണി മുതൽ കാലത്തെ 6 മണി വരെ അവിടെ വനത്തിലൂടെ യാത്ര ചെയ്യാൻ നിരോധനമുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു പാതയിലൂടെ ഉള്ള മൈസൂർക്കുള്ള യാത്രയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടി കുട്ട വഴി നമുക്ക് മൈസൂരിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏകദേശം 10-12 കൊല്ലത്തോളമായിട്ട് കാരണം ഞാൻ പലപ്പോഴും ഈ മുത്തങ്ങ വഴി വരുന്ന സമയത്ത് ഒരു ആനക്കുട്ടി ലോറി ഇടിച്ച് അതിൻ്റെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഞാൻ മുത്തങ്ങ വഴി വരുന്ന ആ സമയത്താണ് അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടത്. ആ സമയം അവിടെ നിന്നും വലിയ താമസമില്ലാണ്ട് തന്നെ, കാരണം ഒരുപാട് വന്യമൃഗങ്ങൾ ആ ഒരു വഴിക്ക് അപകടത്തിൽപ്പെടുകയും അവരെ ഒന്നും ശ്രദ്ധിക്കാണ്ട് നമ്മുടെ വാഹനങ്ങൾ കടന്നു പോവുകയും അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ കടന്നു പോരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കർണാടക സർക്കാർ എത്തിയിരിക്കുകയാണ്. ബന്ദിപ്പൂർ ആ ബന്ദിപ്പൂർ വനഭാഗങ്ങളിലൂടെ. കാരണം ഒരുപാട് മൃഗങ്ങൾ രാത്രി ക്രോസിംഗ് ഉണ്ട്. മാനും ആനയും അതുപോലെ തന്നെ വേറെ ഉള്ള മൃഗങ്ങളൊക്കെ ഇഷ്ടം പോലെ ക്രോസ് ചെയ്യുന്ന പല ഭാഗത്തും നമ്മൾ കാണാറുണ്ട്, വനത്തിൻ്റെ പല ഭാഗത്തും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചുരത്തിൻ്റെ കാഴ്ചകൾ ഏതാണ്ട് തീരാറായിരിക്കുന്നു. ആ 9-ാം വളവിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ ഈ ചുരത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ചുരം റോഡ് വികസിപ്പിച്ചത്. ഈ ഒരു ചുരം പണിത ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് തദ്ദേശീയരായിട്ടുള്ള ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളാണ് വഴി കാണിച്ചു കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസിയാണ് ശരിക്കും ഈ ചുരം കണ്ടുപിടിച്ചതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വഴി മാർഗം കാണിച്ചു കൊടുത്തതായിട്ട് പറയുന്നത്. പക്ഷേ ആ വഴി കണ്ടുപിടിച്ചതിൻ്റെ ഖ്യാതി പുള്ളിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എഞ്ചിനീയർ ഈ കരിന്തണ്ടനെ കൊന്നുകളഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കടന്ന് പോകുന്നത് ആ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തോടു കൂടിയാണ്. ചങ്ങലമരം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ഒരു മരത്തേൽ 2 ചങ്ങല ഇങ്ങനെ ഇട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് കടന്ന് പോന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം വാഹനങ്ങൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയ സമയത്ത് ഈ ചുരത്തിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുകയും അത് ഈ കരിന്തണ്ടൻ്റെ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം മൂലമാണ് എന്നുള്ളൊരു വിശ്വാസവും ഒക്കെ കൂടിയ പിൽക്കാലത്ത് അങ്ങനെ ഒരു മരത്തിൽ 2 ചങ്ങല ഇങ്ങനെ ഇട്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു കാഴ്ചകളും കൂടി നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ അതിൽ ബസ് ഇച്ചിരി സ്പീഡിൽ തന്നെ കടന്നു പോകുന്നതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് ആ മരത്തിൻ്റെ കാഴ്ചകളൊന്നും കൃത്യമായിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ നമ്മൾ കൽപ്പറ്റയിലേക്ക് എത്താറായിരിക്കുന്നു. അതിന് മുമ്പുള്ള 2 ഒരു ചെറിയ ടൗണാണ് വൈത്തിരി എന്ന് പറയുന്നത്. ഇതിനോട് അടുത്ത് തന്നെയാണ് ഈ അടുത്ത കാലം വരെ മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്ന ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലവും. ഇപ്പോൾ വൈത്തിരി എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ലാത്ത ഒരു ടൗൺ തന്നെയാണ് ഇപ്പോൾ. ഏതായാലും ഒരു 5 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൽപ്പറ്റയിലേക്ക് എത്തും. അപ്പോൾ ആ കൽപ്പറ്റയിലെ കാഴ്ചകൾക്ക് വേണ്ടി ഉള്ള ഒരു ജിജ്ഞാസയിലാണ് ഇപ്പോൾ ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൽപ്പറ്റയിൽ ഒരിക്കലും ഇറങ്ങി നടന്നിട്ടൊന്നും ഇല്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കൽപ്പറ്റയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഇപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു താമരശ്ശേരി ചുരത്തിൻ്റെയും അതുപോലെ കോഴിക്കോടിൻ്റെയൊക്കെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൽപ്പറ്റയുടെ കൂടുതൽ കാഴ്ചകളായിട്ട് വരുന്നതാണ്. അവിടെയൊക്കെ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ വൈത്തിരിയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൽപ്പറ്റ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.